ത്തിലേക്ക് പാലക്കാട് കഞ്ചിക്കോട് 3 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം പരാജയപ്പെടുത്തിയത് പ്രദേശത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ നിർണായകമായ ഒരു ഇടപെടലാണ്. പ്രതി സെന്തിൽകുമാറിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയപ്പോൾ അഭിലാഷ് ചോദ്യം ചെയ്തു. ഇതോടെ ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. കുട്ടിയെ രക്ഷിതാക്കളിൽ തിരിച്ചെത്തിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് കഞ്ചിക്കോട്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാരും നാട്ടുകാരും പറഞ്ഞു. ആള് മദ്യപിച്ചിട്ടുണ്ട് ഒന്ന്, പിന്നെ ആള് ഇറക്കി വിടാൻ പറഞ്ഞ സ്ഥലം പെട്രോൾ പമ്പിൻ്റെ അവിടെ വെച്ചിട്ട് അവിടെ എത്തിയപ്പോൾ ആൾ പറഞ്ഞു, കുട്ടീനെ കാറിൽ വണ്ടിയിൽ തന്നെ ഇരുത്തിയിട്ട് പറഞ്ഞു, ഞാൻ അവിടെ ഒരു കാർ നിൽക്കണ്ടെന്ന് ആ കാറിന് കാണിച്ചിട്ട് ഈ കാറിൻ്റെ താക്കോൽ എടുത്തിട്ട് വരാം, നിൽക്കുക 1 മിനിറ്റ് എന്ന് പറഞ്ഞു. ആൾ എനിക്ക് കാശ് നേരത്തെ തന്നിട്ടുണ്ട്, ആൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, നിൽക്കുമെന്ന് പറഞ്ഞു കാറിൻ്റെ താക്കോൽ. പിന്നെ പരിചയമില്ല ആൾ കുട്ടീനെ അവിടെ ഇരുത്തിയിട്ട് ആൾ പോവാന്ന് പറയുമ്പോൾ എനിക്ക് അതിലൊരു ഇതുണ്ടായില്ല. പിന്നെ ഞാൻ എന്തിനാ പോണ്, മദ്യപിച്ചിട്ടല്ലേ വാഹനം എടുക്കണ്ടെന്നൊക്കെ പറയുമ്പോൾ ആൾ പിന്നെ കുട്ടീനെ എടുത്തിട്ട് ഇല്ല ഞാൻ സ്റ്റേഷനിലേക്ക് പോവാണ്, ഞാൻ പോവാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മദ്യപിച്ചിട്ട് പോകണത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ ഇല്ല ഞാൻ പോവാണെന്ന് എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ വീട് എവിടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അപ്പുറത്ത് തന്നെയാണ്, വാടകയ്ക്ക് ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെയും ചോദിച്ചപ്പോഴാണ് ആൾ പറഞ്ഞത് എൻ്റെ കുട്ടിയല്ല, എനിക്ക് ഇവിടെ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്തുനിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ ഞാൻ എടുത്തിട്ട് വന്നാണ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്നത് ശരിയല്ലല്ലോ, നിങ്ങളുടെ കുട്ടികളെയും എടുത്തിട്ട് വരാൻ പാടില്ലല്ലോ, അപ്പോൾ പോലീസ് കേസാവില്ലേ, ഇത് ശരിയാവില്ല, അത് എനിക്കും ബാധിക്കും, നിങ്ങൾ വണ്ടി കയറി എടുത്തോടെ തന്നെ നമുക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ട് ആളെല്ലാം കയറ്റിയിട്ട് ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ടുവന്നു. നിഖിൽ പ്രമേഷ് ഉണ്ട് പാലക്കാട്ട് നിന്ന് വിവരങ്ങളുമായി. നിഖിൽ, ഈ ഒരു തട്ടിക്കൊണ്ടുപോകൽ കേസ് നമ്മൾ കണ്ടതാണ്. അതിൽ കേരളം ഒരു രാത്രി മുഴുവൻ ഉറക്കമെടിച്ച് ആ കുട്ടിയെ തിരയാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കഞ്ചിക്കോട്ട് സമാനമായ ഒരു നീക്കം ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ സമയോചിതമായ ഇടപെടൽ മൂലം അത് തടയപ്പെട്ടിരിക്കുന്നു. നിഖിൽ, എന്താണ് നാട്ടുകാർ പറയുന്നത്, എന്താണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായിട്ടും ഗോപീഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒഴിവൂരിലേതിന് സമാനമായ തരത്തിലുള്ള ഒരു സംഭവം തന്നെയായി മാറുകയാണ് ഇത്. ഒരുപക്ഷെ നാട്ടുകാരുടെയും ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെയും കൃത്യമായ ഉണ്ടാവില്ലായിരുന്നെങ്കിൽ. എന്തായാലും അത് ഉണ്ടായതുകൊണ്ട് ആശ്വാസകരമായിട്ടുള്ള ഒരു പര്യവസായത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും. നിഖിൽ, എന്തോ സാങ്കേതിക പ്രശ്നമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിഖിലിന്റെ ടെലിഫോൺ ലൈൻ ക്ലിയർ അല്ല. നമുക്ക് ഇപ്പൊ ശരിയായിട്ടുണ്ട്. നിഖിൽ പറഞ്ഞോളൂ. സെന്തിൽകുമാറിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ നാട്ടുകാരാണ് ഇയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്ന സാഹചര്യത്തിലാണത്. തുടർന്ന് വാളയാർ പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇക്കാര്യങ്ങൾ മനസ്സിലായത്. അതായത് വീട്ടുമുറ്റത്ത് നിന്ന് ഇയാൾ ഈ കൊണ്ട് നാട് വിടാനായിരുന്നു ശ്രമം. ഓട്ടോയിൽ കയറിയ ശേഷം ഈ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് തോന്നിയ ചില സംശയങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ മദ്യപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സംസാരങ്ങളിൽ വലിയ രീതിയിലുള്ള അവ്യക്തതയും ഉണ്ടായിരുന്നു. ഇതാണ് ഈ കുട്ടിയെ തിരികെ വീട്ടിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. എന്തായാലും ഓട്ടോ ഡ്രൈവറുടെയും നാട്ടുകാരുടെയും ഇടപെടൽ ഇതിൽ ഏറ്റവും അധികം നിർണായകമായിരിക്കുന്നു. എന്തായാലും കുട്ടിയെ തിരികെ വീട്ടിലേക്ക് എത്തിച്ചു. അതിനുശേഷം കുട്ടിയുടെ മൊഴിയും വിശദമായി അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും ചെയ്തു. പ്രതിയുടെ അറസ്റ്റും ഇതിനോട് ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം പ്രതിയെ കൊണ്ട് ഈ സംഭവ സ്ഥലത്തേക്കടക്കം തെളിവെടുപ്പിന് പോലീസ് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട് നിന്ന്. മറ്റൊരു തട്ടിക്കൊണ്ടുപോകൽ ശ്രമം ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ സമയോചിതമായ ഇടപെടൽ മൂലം അത് തടയാൻ കഴിയും. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.